പോരാളേ ഗുഡ് മോർണിംഗ്. നീ നേരത്തെ എഴുന്നേറ്റോ? നേരത്തെയോ? സമയം എത്രയെന്ന് കണ്ടോ? വെയില് വന്നു തുടങ്ങി. മണി 8 കഴിഞ്ഞു മനുഷ്യ. ആണോ? എന്നാ നീങ്ങ വാ. എന്തറിഞ്ഞു? മര്യാദയ്ക്ക് എണീറ്റ് വാ. മോളിപ്പോ വരും. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ, റെഡി ആവാം. ആണോ? ഇങ്ങോട്ട് വാടി. സത്യേട്ടാ, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ. അതിനെന്താ, വൈകുന്നേരം പോവാം. പത്മനാഭൻ അവിടെ തന്നെ കാണില്ലേ? അയ്യോടാ, എഴുന്നേറ്റ് പോ മനുഷ്യ. നിക്കടി. നിക്കൂല മോനെ, ഞാൻ കുളിക്കാൻ പോവാ. വേഗം കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. എന്നിട്ട് നമുക്ക് പോവാം. ചെല്ലു. എവിടെ ഓടിയാലും രാത്രി എൻ്റെ അടുത്ത് തന്നെ വരില്ലേ? ഞാൻ ഒപ്പം എടുത്തോളാം. ആന്റി ഓഫീസെ, അധികം വെള്ളത്തിൽ കളിക്കണ്ട. നല്ല തണുപ്പാ. വേഗം കുളിച്ചിട്ട് വാ, ഭക്ഷണം തരാം. ആന്റി ഓഫീസ് നിന്റെ പൂടി മുട്ടക്കണ്ണി. സത്യേട്ടാ, വേഗം വാ. ഭക്ഷണം കഴിച്ചിട്ട് മോളെ റെഡിയാക്കിട്ട് നമുക്ക് പോണ്ടേ. പേടിച്ചു പോയല്ലോ മനുഷ്യ. നീ എന്തിനാ പേടിക്കുന്ന? ഞാനല്ലേ ഉള്ളൂ ഇവിടെ. സത്യേട്ടാ, വീട് മനുഷ്യ. പാമേ. പാമല്ല, മാമ. അവിടെ ഇരിക്കും. അമ്പലത്തിലേക്കാ പോകണ്ട. കയ്യിലിരിപ്പൊന്നും തീരെ ശരിയല്ല. ഇത് കഴിക്കേ. ഇതൂടെ കഴിക്കുക. സത്യത്തിന് വീട്ടിൽ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ചെന്ന് റെഡി ആയിക്കോ. ഞാൻ വേഗം ചെന്ന് റെഡി ആയിട്ട് വരാം. മോളമ്മ റെഡിയാക്കി നമ്മുടെ കൂടെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് ഭക്ഷണം കഴിച്ചെങ്കിൽ ചെന്ന് റെഡിയാകും. മനുഷ്യ ലേറ്റ് ആവുന്നു. ഓ, ഞാൻ പോണ്. എന്നാ വേഗം റെഡി ആവിച്ചല്ലേ. സത്യടാ, റെഡിയായോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഓ, പിന്നെന്താ, ഞാൻ റെഡി. നമുക്ക് പോവാം. ബാ. മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടാ. താത്തൊരു മനുഷ്യ അമ്പലത്തിലേക്കാ പോകുന്ന. വാ ഇങ്ങോട്ട്. സച്ചോട്ടി, മിണ്ടാതിരിക്കടി. അവള് പറയട്ടെ. അടങ്ങിയിരിക്കടി. എന്നാ രണ്ടും വാ. സച്ചോട്ടി, ഓടല്ലേ, പതുക്കെ നോക്കിപ്പോ. ഭാമി, നമ്മളില്ലേ, അവള് നോക്കി പൊക്കോളും. നീ വാ. സച്ചോട്ടി, മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഐസ്ക്രീം മാത്രം പോരാ, മമ്മീനെ സച്ചോട്ടിനെയും ഡാഡി ബീച്ചിൽ കൊണ്ടുപോകണം. മുട്ടായി വാങ്ങി തരണം. പത്മനാഭ, ഇതുപോലൊന്നും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണേ. സച്ചോട്ടി, പ്രാർത്ഥിച്ചെങ്കിൽ വാ, നമുക്കിവിടെ ഒന്ന് ചുറ്റി നടക്കാം. ഓക്കേ ഡാഡി. മമ്മി വാ. വാ. സച്ചോട്ടി, നിനക്ക് ഐസ്ക്രീം വേണ്ടേ? പതുക്കെ ഓൾറെഡി ഡാഡി വാങ്ങി തരും. സച്ചോട്ടി, ഡാഡിയുടെ മോക്ക് ഏത് ഐസ്ക്രീമാ വേണ്ടത്? ഐസ്ക്രീം മതി ഡാഡി. ചേട്ടാ, ഒരു കോൺ ഐസ്ക്രീം. സച്ചുയുടെ ഡാഡി
ഞാനും ഐസ്ക്രീമൊക്കെ കഴിക്കും. എനിക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാം. എന്നാ പറ, നിനക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടത്? എനിക്ക് കോൺ തന്നെ മതി. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് കുൽഫി മതി. നിനക്കുള്ള കുൽഫി ഞാൻ വീട്ടിൽ പോയിട്ട് തരാം കേട്ടോ. സത്യേട്ടാ, എനിക്ക് ഐസ്ക്രീം വേണ്ട. ഡാഡി വീട്ടിൽ പോയിട്ട് മമ്മിക്ക് കുൽഫി കൊടുക്കുമെങ്കിൽ എനിക്കും വേണം കുൽഫി. ഏയ്, ഇത് മമ്മിക്ക് സ്പെഷ്യലാ. മൂക്ക് ഡാഡി വേറെ വാങ്ങിത്തരാം. അതെന്താ സ്പെഷ്യല്? സത്യേട്ടാ, രണ്ടും കൂടെ കൊഞ്ചിക്കൊണ്ട് നിൽക്കാണ്ട് വേഗം കുടിച്ചിട്ട് വാ. കുട്ടികളോട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ. ഞാൻ പോവാ. ദോ മമ്മി പോയി. ഇനി നമുക്ക് എവിടെ പോണം? നമുക്ക് ബീച്ചിൽ പോവാം ഡാഡി. ശരി, എന്നാ ബീച്ചിൽ പോവാം. ബാ. ആകാശേട്ടാ, പുറകെ നിന്ന് പേടിപ്പിക്കുന്നു. മനുഷ്യൻ പേടിച്ചു പോയല്ലോ. കഴിഞ്ഞില്ലേന്നോ? ആകെ കൂടെ നമുക്ക് രണ്ടാൾക്കും കിട്ടുന്ന ലീവ് ഇന്ന് മാത്രം. അന്നല്ലേ വീട് വൃത്തിയാക്കാൻ പറ്റൂ. അല്ല, ഞങ്ങൾ മുറ്റം അടിച്ചു കഴിഞ്ഞോ? മുറ്റമൊക്കെ എപ്പോഴും അടിച്ചു കഴിഞ്ഞു. പറ, ഞാൻ എന്താ ചെയ്യേണ്ട? വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വേഗം പറ. നമുക്ക് വേഗം പണിയൊക്കെ തീർക്കാം. വേഗം തീർക്കാന്നോ? എന്നിട്ട് റൂമിൽ പോവാം. റൂമിലോ? അല്ല, അങ്കി അവന്റെ റൂമിലുണ്ട്. ഞാൻ അവന്റെ കാര്യം പറയാനാ വന്നത്. നീ എന്റെ കൂടെ ഒന്ന് വന്നേ. അങ്കിയുടെ കാര്യോ? അവനിപ്പോ എന്ത് പറ്റി? ആലോചിച്ച് കേട്ട് വാ. വരുന്നു. നീ അങ്ങോട്ട് നോക്ക്. പാവം എന്റെ കുട്ടി. അവൻ എന്താ ചെയ്യുന്നെന്ന് കണ്ടോ? അവൻ ബൊമ്മ വെച്ച് കളിക്കുമല്ലേ? അതാ ഞാൻ പറഞ്ഞ, പാവം എന്റെ മോൻ. കൂടെ കളിക്കാൻ ആരുമില്ല. അവന് വേഗം ഒരു കൂടെ പറപ്പൻ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കിരുന്ന് കളിക്കേണ്ടി വരും. ആകാശേട്ടാ, അങ്ങനെയല്ല, നിനക്ക് കൂടി സമ്മതമാണെങ്കിൽ നമുക്കൊരു കുഞ്ഞോടി. ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. സച്ചുട്ടി, സൂക്ഷിച്ച്. മമ്മി പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. വണ്ടിയിൽ നിന്ന് ആൾ ഉറങ്ങിയാ വന്നത്. ഡ്രസ്സ് പോലും മാറ്റാണ്ട് അങ്ങനെ കിടന്നുറങ്ങി. പാവം, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ഉറങ്ങട്ടെ. നാളെ രാവിലെ ആകുമ്പോ മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റി കൊടുക്കാം. സത്യേട്ടന് അവളുടെ അടുത്ത് കയറി കിടന്നോ? ആ കട്ടില് 3 പേർക്ക് കിടക്കാൻ പറ്റില്ല. ഞാൻ നിലത്ത് പായി വിരിച്ച് കിടന്നോളാം. ഭാമേ, എന്താ സത്യേട്ടൻ കിടന്നോ? ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തോളാം. അത് ഞാനും നിന്റെ കൂടെ താഴെ കിടന്നോളാം. സത്യേട്ടാ, നീ താഴെ കിടക്കുന്ന, ഞാനും നിലത്ത് കിടന്നോളാം. സത്യേട്ടന് നിലത്ത് കിടന്ന് ശീലമല്ലല്ലോ. സാരല്ല, ഇങ്ങനെയൊക്കെ ശീലിക്കുന്ന. பார்த்து பேசையில 2ஆம் முறைய குத்த வச்சேன். மூக்கான கௌர போல நினப்பு, போல ஓஞ்சிரிப்பு, அழகாக்கும் கோழி போல ஏன் தவிப்பா, பொசுக்குன்னு பூத்திருக்கே பொழப்பு. அடி மஞ்ச கிழங்கு உன்னை நினைச்சு நினைச்சு தினம் மனசுக்குள்ள வச்சு பூட்டிக்கிட்டேன். உன் பிஞ்சு விரல் பதிச்ச மண்ணை எடுத்துதான் காயத்துக்கு பூசிக்கிட்டேன். போராளே போராளே காத்தோட தூத்தல போல, போராளே போராளே போவாமத்தான் போராளே. നിനക്കറിയോ ബാമേ, കഴിഞ്ഞ 2 ദിവസം കല്ലു ഈ വീട് കരഞ്ഞ് വിളിച്ച് പിടിച്ച് മറിച്ചു വെച്ചു സച്ചൂട്ടിനെ കാണണമെന്നും പറഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് അവളെ സത്യേട്ടന്റെ റൂമിലേക്ക് എഴുതി കയറി പോവും. സച്ചൂട്ടി അവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ആളവിടെ ഇല്ലാന്നറിയുമ്പോ കരഞ്ഞോണ്ട് തിരിച്ച് താഴെ വരും. ആണോ? എന്നാ നിനക്ക് ഇന്നലെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? ഞങ്ങൾ ഇന്നലെ തന്നെ എത്തൂലായിരുന്നോ? അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോ താമസിച്ചു, അതാ പിന്നെ ഇങ്ങോട്ട് വരാത്ത. ഏയ് ഭാമേച്ചി, നിങ്ങൾ അവിടെ പോയിരിക്കായിരുന്നില്ലേ? പിന്നെ അവൾ എങ്ങനെയാ അങ്കി വന്നിട്ട് പോകുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാ ഇവിടെ. അല്ല, നമ്മുടെ മുറ്റത്തല്ലേ വണ്ടിയുടെ സൗണ്ട് കേട്ടാ? അത് കാറിന്റെ സൗണ്ട് അല്ലേ? ആരാ ഈ സമയത്ത്? അറിയില്ല, ആരും വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇത് നോക്കിയിട്ട് വരാം, നിങ്ങൾ നിൽക്ക്. അതാരാ? ചേച്ചി എന്താ പെട്ടെന്ന് വരൂന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ? അതെന്താടി, ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ട് എനിക്ക് വരാൻ പാടുള്ളൂന്നുണ്ടോ? ഏയ്, അതുകൊണ്ടൊന്നും അല്ല. ഇത്രയും ദൂരം പറഞ്ഞതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഇവളും ഉണ്ടായിരുന്നോ കൂടെ? നിനക്ക് യാത്ര സുഖമായിരുന്നോടി? യാത്രയൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെറിയമ്മായി. എന്റെ ഒരു സാധനം കളഞ്ഞുപോയി. അത് ഇവിടെ ഉണ്ടെന്നാണ് എന്റെ ഒരു സംശയം. അതിനെ തൂക്കിക്കൊണ്ട് പോവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി, ആ കളഞ്ഞുപോയ സാധനം അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. വേഗം അകത്തേക്ക് പൊക്കോ. ചേച്ചി വാ, അകത്തേക്ക് ഇരിക്കാം, ഞാൻ ചായ എടുക്കാം. ആഹാ, എന്ത് സുഖമായിട്ട് ഉറങ്ങുക. മോനെ എണീറ്റേ. ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? എന്താ, ഞാൻ ഇവിടെ വരാൻ പാടില്ലേ? അതോ എന്നെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? കണ്ടവിടെ കെട്ടിപ്പിടിക്കുമെന്ന് കരുതിയപ്പോ എന്താ ഇവിടെയെന്നോ? അതെന്താടി അങ്ങനെ ഒരു വർത്താനം? ഇഷ്ടായില്ലേന്നോ? പിന്നെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കാണുമ്പോ ആരായാലും ചോദിക്കൂലേ? ഒന്നും പറയണ്ട, ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാല്ലേ. 7 മാസം പ്രായമുള്ള ഗർഭിണിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കാൻ നിങ്ങൾക്ക് എന്നെ പറ്റി കുറച്ചെങ്കിലും ചിന്ത ഉണ്ടോ? എവിടെ? എടി മണ്ടി, സത്യം എടുത്ത് പറഞ്ഞിട്ട് ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാൻ ടിക്കറ്റ് ഇടുമായിരുന്നു. 7 മാസത്തെ ചടങ്ങൊക്കെ ചെയ്യണ്ടേ? അതിനു മുന്നേ നീ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഇന്നലെയും കൂടെ ഫോൺ വിളിച്ചപ്പോ വരുന്നതിനെ പറ്റി പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന. സർപ്രൈസ് ആക്കാന്ന് കരുതിയതാ. എവിടെ? അല്ല, എന്റെ കുഞ്ഞെന്ത് പറയുന്നു? കുഞ്ഞ് രാവിലെ മലയാളം പറയും, വൈകുന്നേരം ഇംഗ്ലീഷും, രാത്രി ഹിന്ദിയാ. ഓ തമാശ. അല്ല, നീ എങ്ങനെ വന്ന? അമ്മ ഉണ്ടോ കൂടെ? ചെറിയമ്മയെ വിളിച്ചപ്പോ ഭാമയും കുഞ്ഞും വന്ന കാര്യം അമ്മയോട് പറഞ്ഞു. അതുകൊണ്ട് ഭാമയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി അമ്മ വന്നു, കൂടെ ഞാനും പോന്നു. അതേതായാലും നന്നായി. അമ്മയ്ക്ക് നല്ല കുറ്റബോധമുണ്ട്. അമ്മ കാരണമല്ലേ അവർ ഇത്രയും നാളും പിരിഞ്ഞിരുന്നത്. അതങ്ങ് സംസാരിച്ച് തീർക്കട്ടെ. അതല്ല, അന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് ഉരുണ്ടിട്ടുണ്ട്. എന്തേ സാറിന് കണ്ണി പിടിക്കുന്നില്ലേ? വേണ്ടി വന്ന ഇനി ഉരുളു ഞാൻ. നിങ്ങളുടെ കുഞ്ഞ എന്റെ വയറ്റിൽ കിടക്കുന്ന. ഇനി ഉരുണ്ടിരിക്കണ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കൊരു കോപ്പമില്ല. ഇങ്ങോട്ട് വാ പെണ്ണെ. കയ്യിൽ നിന്ന് മനുഷ്യ അയാളുടെ. എടി ഉണ്ടച്ചി, ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ, അപ്പോഴേക്കും പിണങ്ങിയോ? അയാളോട് തമാശ കൈ എടുക്കണം. സാം, മണിക്കുട്ടി ആരാ വന്നേന്ന് ഞാൻ പോയി നോക്കട്ടെ. പോയ ലീലാമ്മയെ കാണാനില്ലല്ലോ. അല്ല ലീലെ, മാമയും കുഞ്ഞും ഒക്കെ എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം, സംസാരിക്കണം. അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ദാ ആ ഡോറിന്റെ ബാക്കിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന അത് തന്നെയാ സത്യയുടെ മോള്. സച്ചുട്ടി ബാ. ആഹാ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇനി വാ മോളെ, നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? അറിയാലോ, ഡാഡിയുടെ വല്യമ്മയല്ലേ. എന്റെ മമ്മിയെ പണ്ട് ഇവിടെ നോട്ടിച്ചിട്ട് നിന്നല്ലേ. സച്ചുട്ടി, ഇങ്ങനെയാണോ വലിയവരോട് സംസാരിക്കുന്നത്? നല്ല അടി തരും ഞാൻ. ഇങ്ങ് വാ നീ. ഭാമേ വേണ്ട, മോളോട് ദേഷ്യപ്പെടണ്ട. അവള് പറഞ്ഞ സത്യല്ലേ. ഞാൻ നിന്നെ കണ്ട മാപ്പ് പറയാനാ വന്നത്. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഇപ്പോഴും? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആന്റി ഇതിനെ ഇപ്പൊ അതൊക്കെ. ആന്റി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. സച്ചുട്ടി, മമ്മിന്റെ കൂടെ ഒന്ന് വന്നേ വാ. ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ സത്യ അവന് വേണ്ടി തിരഞ്ഞെടുത്ത പെണ്ണ് മോശമല്ലാന്ന്? എന്റെ ഭാഗത്ത തെറ്റ്. ഞാൻ മനുഷ്യരളന്നത് അവരുടെ സ്വഭാവം കൊണ്ടായിരുന്നില്ല. സത്യ ഇത്രയും വർഷം അവൾക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൂടെ? പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വൈകിയേ മനസ്സിലാവുള്ളൂ. കഴിഞ്ഞതൊക്കെ ഇനി നമുക്ക് മറക്കാം. അതെ, ഭാമയ്ക്കും സത്യയ്ക്കും ചേച്ചിനോട് ഒരു പ്രശ്നവുമില്ല. ചേച്ചിയും ഇനി ഇതൊക്കെ മനസ്സ് നേരത്തെ കളഞ്ഞേക്ക്. കലസി നോക്ക്, നല്ല രസമുള്ള ബോള്. എനിക്ക് ഡാഡിയുടെ വല്യമ്മ അമ്മന്ന് കൊണ്ടുവന്നതാ. കൊള്ളാല്ലേ? എവിടെ നോക്കട്ടെ. വലിയ രസമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ഇതാ.
വലിയ രസമൊന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ നോക്കുന്നേ? നീ നോക്കണ്ട. അല്ലെങ്കിലും എനിക്കത് കാണണ്ട. നിന്റെ തല പോലെ തന്നെ ഒരു മത്തങ്ങ ബോൾ ആർക്ക് വേണം കൊണ്ടുപോയി. ഇതിനേക്കാളും നല്ല ബോൾ എന്റെ വീട്ടിലുണ്ട്. എന്നാലേ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ബോൾ വെച്ച് കളിച്ചാൽ മതി. ഇതെന്റെ ബോളല്ലേ, ഞാൻ എന്റെ റൂമിൽ പോയിരുന്ന് കളിച്ചോളാം. ഈ പെണ്ണിന് എന്തൊരു അഹങ്കാരം. അച്ഛൻ പറയാറുണ്ട് പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലാന്ന്. അഞ്ചേട്ടന് എന്തിനാ കള്ളം പറഞ്ഞ? ആ ബോൾ നല്ല രസമല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ സച്ചി ചേച്ചി കൊണ്ടുപോയി. അവരോട് പോവാൻ പറ കല്ലൂസേ. നമുക്ക് വലിയമ്മാവനോട് പറഞ്ഞ് വലിയ ബോൾ വാങ്ങാം. ഇവിടെ ഞാൻ തൊല്ലിക്കൊള്ളും. നിക്കില്ല അവിടെ മര്യാദയ്ക്ക് നിന്നോ. നിന്നെ കഴിക്കട്ടെ ഞാൻ. ഞാൻ വിചാരിച്ചേ ഉള്ളൂ എന്താ ഒച്ചയൊന്നും കേൾക്കാത്തെന്ന്. രണ്ടും തുടങ്ങി. നോക്കിക്കോ ആര്യവട്ടത്തി, ഈ രണ്ടുപേരും വലുതാകുമ്പോ നല്ല കൂട്ടായിരിക്കും. മണിക്കുട്ടി ആ പറഞ്ഞത് എനിക്ക് തോന്നല്ല. രണ്ടിന്റെ സ്വഭാവം വെച്ച് അവര് കളിക്കട്ടെ. ശരിക്കും പറഞ്ഞാ ഈ വീട് കുറെ കാലം ഉറങ്ങിക്കിടന്നതാ. ഇപ്പഴാ ഒരൊച്ചയും ബഹളമൊക്കെ വന്നത്. നല്ല രസമുണ്ട് ഇപ്പോ. അത് പിന്നെ കല്ല് മാത്രമല്ല ഇവിടെ ഉണ്ടാവാറ്. അവളാണെങ്കിൽ ഇരുന്നിടത്തിരുന്ന് മിണ്ടാതെ കളിച്ചോളും. പാവം എന്റെ കുട്ടി. എന്നാ ഇവറ്റകള് രണ്ടും കണക്കാ. അല്ല മാമേ, സച്ചുട്ടിന്റെ സ്കൂളിന്റെ കാര്യമൊക്കെ എന്തായി? അവളിനി മുതല് ഇവിടെയല്ലേ പഠിക്കുന്നത്? ആന്റി, അവളിനി മുതല് ഇവിടുത്തെ സ്കൂളിൽ തന്നെയാ പോകുന്നത്. ഊട്ടിയിൽ ചെന്ന് TC ഒക്കെ വാങ്ങുന്ന കാര്യം സത്യേട്ടൻ ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. സ്കൂൾ തുറക്കാൻ ഇപ്പോ സമയമായില്ലേ, എത്രയും വേഗം അത് ചെയ്യണം. ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ സമയമായല്ലോ, എന്നാ കുഞ്ഞിനെ വേഗം തന്നെ കൊണ്ട് ചേർത്തോ. അല്ല ആരോ, അങ്കിന്റെ കാര്യോ? അവൻ ഇനി LKG UKG? വലിയമ്മ, അവൻ നമ്മുടെ സജുടിന്റെ 2 വയസ്സിനല്ലേ ഇളയത്. അവൻ ഇനി UKG. 2 വയസ്സ് ഇളയതാണെങ്കിലും ചെക്കന്റെ നാക്കിനൊരു കുറവുമില്ല. അത് പറഞ്ഞപ്പോഴാ ചേച്ചി സാൻഡ്രമ്മയുടെ 7ാം മാസത്തെ ചടങ്ങ് അത് ഇതുവരെ നമ്മൾ എടുത്തില്ലല്ലോ. ആ ചടങ്ങ് അവൻ വന്നിട്ട് ചെയ്യാന്നും പറഞ്ഞ് ഇത്രയും നാളെ നോക്കിയിരുന്നു. അവൻ അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പോകുമ്പോ നിങ്ങളൊക്കെ ക്ഷണിച്ചിട്ടും പോവാലോ. ഓ, അതാണല്ലേ ആകാശേട്ടനോട് സത്യേട്ടൻ ടിക്കറ്റിന്റെ കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചത്? അതെ, സിദ്ധാർത്ഥേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സത്യേട്ടനോട് പറഞ്ഞു. ഇപ്പൊ എല്ലാരും കൂടെ ടിക്കറ്റ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. രണ്ടിനെയും ഞാനിന്ന് നിങ്ങൾ ഇന്ന് സംസാരിക്കും. ഞാൻ രണ്ടിടത്തിനെയും വിശ്വട്ടിനെ ഏൽപ്പിച്ചിട്ട് വരാം. ലീലാമ്മയ്ക്ക് ഇവറ്റുള്ള പിറകെ നോടാൻ മാത്രമേ സമയമുള്ളൂ. നോക്ക്, രണ്ടും കൂടെ തമ്മി തല്ലാതെ ഉടങ്ങി ഒതുങ്ങി വിഴുന്നോണം. രണ്ടിന്റെ ഒച്ച പുറത്ത് കേൾക്കരുത്, മനസ്സിലായോ? വിശ്വട്ട രണ്ടിനെ ഒന്ന് നോക്കിക്കൊള്ളണം. 24 മണിക്കൂർ തല്ല. അവൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്റെ അടുത്ത് നിങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ രണ്ടും കൂടെ എന്തോ കുരുത്തക്കട ഒപ്പിച്ചിട്ടുണ്ട്. ഇങ്ങ് വാ, ചോദിക്കട്ടെ. സത്യേട്ടൻ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ആണോ? പിന്നെന്തിനാ ഇവിടെ കൊണ്ടാക്കിയത്? ഞങ്ങൾക്കറിയില്ല. നമുക്ക് ഗെയിം കളിക്കാം. ഗെയിമോ? എന്നെ കൊണ്ടു വയ്യ. എന്റെ നടു അനക്കാൻ വയ്യ. ഈ അച്ഛൻ എപ്പോഴും നടുവേനേ ഉള്ളൂ. ശരി, നമുക്ക് ഓടി കളിക്കണ്ട. എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചാലോ? ഇരുന്ന് കളിക്കാനോ? ഇരുന്ന് നമ്മൾ എന്ത് കളിക്കും? മുത്തശ്ശന് നിങ്ങളുടെ കൂടെ ഓടി കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ മക്കളെ. നമുക്ക് ഇരുന്ന് അന്താക്ഷരിയോ സിനിമാ പേരോ പറഞ്ഞ് കളിക്കാം. ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെ എല്ലാത്തിനും മടിയാ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്താക്ഷരി കളിക്കാം. അച്ഛൻ നിങ്ങളെ പോലെയാണോ വയസ്സായടി കുറുമ്പി? ശരി, നമുക്ക് അന്താക്ഷരി കളിക്കാം. നിങ്ങൾ പാടിക്കോ, അച്ഛൻ കേക്കാം. അയ്യടാ, ഞങ്ങളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് അച്ഛന് മുങ്ങാനല്ലേ? ആദ്യം അച്ഛൻ പാടും, എന്നിട്ട് ഞങ്ങൾ പാടും. അതെ, ആദ്യം മുത്തശ്ശൻ പാടും, അത് കഴിഞ്ഞ് ഞങ്ങൾ പാടും. എന്നാ പാടിക്കോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ തന്നെ ആദ്യം പാടണമെന്നാണല്ലേ? അതെ, മുത്തശ്ശൻ തന്നെ പാടിക്കോ. റെഡി, സ്റ്റാർട്ട്. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. പാടണ്ട, ഈ പാട്ടാണെങ്കിൽ അച്ഛൻ പാടണ്ട, കൊള്ളൂല. അതെ, ഇത് എന്ത് പാട്ടാ? കേട്ടിട്ട് തന്നെ ഉറക്കം വരുന്നു മുത്തശ്ശ. എന്താടാ എന്റെ പാട്ടിന് കുഴപ്പം? അത്രയ്ക്ക് കുഴപ്പമാണെങ്കിൽ നീയൊക്കെ ഒന്ന് പാടി കാണിച്ച ഞാൻ നോക്കട്ടെ. പിന്നെന്താ, ഞങ്ങൾ കാണിച്ചുതരാം പാട്ട് എന്താന്ന്. സജുടി, നീ റെഡിയല്ലേ? അങ്കി, എന്നാ തുടങ്ങിക്കോ. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. അത് പിന്നലെ വെച്ച പാൽക്കുടം കാച്ചി നീ പൊങ്ങുന്നതും നോക്കി നിന്നു പൂച്ചയെ പോലെ. സച്ചോട്ടി മതി. ഈശ്വര, സത്യേട്ടൻ എന്ത് പറ്റിയ മൈ കൊള്ളൂലേ? മമ്മി എന്തിനാ ഞങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞേ?
അത് ഇതിനേക്കാൾ നന്നായിട്ട് മമ്മി പാടും. അല്ല സച്ചുട്ടി, നിനക്കിതാരാ പഠിപ്പിച്ചു തന്നത്? അത് ഡാഡിക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മമ്മിയാ പഠിപ്പിച്ചത്. എടി ദ്രോഹി, കോല് വാരിയല്ലേ സത്യേട്ടാ അത്. ഓടരുത് ബാമേ, നിക്കവിടെ. ഇല്ല, ഞാൻ ഓടി. നിക്കടി അവിടെ. ഇല്ല മനുഷ്യ, ഞാൻ നിക്കൂല. സത്യേട്ടാ വെറുതെ തമാശക്കല്ലേ? അത് എന്നാ ഞാൻ തമാശക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതെ, ഡോർ ഓപ്പണാ. സച്ചുട്ടി വന്നാ വീണ്ടും നമ്മൾ നാണം കെടും. നാണം കേട്ട അതിന് ഉത്തരവാദി നീയാ. തൽക്കാലം ശശിയുടെ കോഴിക്കട്ട ഈ റൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്, ഞാൻ പോവാ. ഡി നിക്കടി അവിടെ. ഒന്ന് പോയേ, ഞാൻ നിൽക്കൂല. സത്യ, ചിക്കന്റെ കാര്യമെല്ലാം ഓക്കെ അല്ലേ? നാളെ രാവിലത്തെ ട്രെയിനിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കോ? അപ്പോ സത്യയുടെ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ഇല്ല, ഞാനും ബാമയും സച്ചോട്ടിയും കൂടെ ഊട്ടിയിലേക്ക് പോവുക. അവളുടെ ടീച്ചറുടെ കാര്യം എനിക്ക് നോക്കണം. അപ്പോ സത്യേട്ടനും കൂടുമ്പോ എന്റെ ഫംഗ്ഷന് വരൂലേ? ഞാൻ അവനോട് പറഞ്ഞത് ടീച്ചറുടെ കാര്യം അത് നോക്കാൻ. ഇതിപ്പോ പിന്നെ ആയാലും നമുക്ക് നോക്കാലോ. എന്നാലും സച്ചുട്ടി ആ ചടങ്ങൊക്കെ മിസ് ചെയ്യില്ലേ? അവൾ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കില്ലേ കാണുന്ന. അതിന് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ടി സി വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ടാ വരുന്നത്. എന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ എല്ലാരും വേഗം കഴിച്ചോ, നാളെ രാവിലെ നമുക്ക് പോവേണ്ടതല്ലേ? ഡാഡി, നമ്മൾ ഇനി ഊട്ടിയിലാണോ നിൽക്കാൻ പോകുന്നത്? അല്ലല്ലോ, നമ്മൾ സച്ചുട്ടിൻ്റെ സ്കൂളിൽ പോയിട്ട് ടി സി വാങ്ങിയിട്ട് നാട്ടിലെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. ഇനി മുതൽ അവിടെയാ പഠിക്കുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ശംഭു, അവൻ ഇവിടെയല്ലേ പഠിക്കുന്നത്? അത് പുതിയ സ്കൂളിൽ പോകുമ്പോ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടൂലേ? സച്ചോട്ടി, ശരിക്കും നീ ഇവിടെ സ്കൂൾ ചേഞ്ച് ചെയ്ത് പോവാണോ? ഞാൻ കരുതി വെക്കേഷന് നാട്ടിൽ പോയതാണ്. ഞാനും അങ്ങനെയാ കരുതിയത്. പക്ഷേ ഡാഡി ഇപ്പോഴാ പറഞ്ഞ ഞാൻ ഇനി മുതൽ നാട്ടിലെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നേന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി കാണില്ലേ? ഞാൻ ഇനി മുതൽ ഈ സ്കൂളിൽ വരില്ലല്ലോ. പിന്നെ എങ്ങനെയാ കാണുന്നത്? ഞാൻ ഇവിടുന്ന് പോയാലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയല്ലേ? സച്ചോട്ടി ഇവിടുന്ന് പോയാലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ തന്നെയാ. നിന്റെയോ? എനിക്ക് പുതിയ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. പക്ഷേ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാ വീക്കെൻഡും ഞാൻ നിന്നെ കോൾ ചെയ്യും, നീ എന്നെ വിളിക്കണം. അപ്പോ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമല്ലോ എപ്പോഴും. ഞാൻ മമ്മിയോട് പറഞ്ഞു നിന്നെ വിളിക്കാം, നീയും എന്നെ വിളിക്കണം. എന്റെ സച്ചോട്ടി സോറി. സോറിയോ? ശംഭു എന്തിനാ സോറി പറയുന്നേ? അത് നിന്റെ പുതിയ വാട്ടർ ബോട്ടിലില്ലേ, അന്ന് ഞാനാ വെള്ളം കുടിച്ചിട്ട് തറയിലിട്ടത്, അതറിയാണ്ട് പൊട്ടിച്ചത്. എന്നിട്ട് ആരാ പൊട്ടിന്ന് ചോദിച്ചപ്പോ നീ എന്നോട് കള്ളം പറഞ്ഞു, നീ എന്റെ ഫ്രണ്ട് അല്ല. അല്ലെങ്കിൽ പോട്ടെ, നിനക്ക് അറിയാണ്ട് പറ്റിയതല്ലേ. ഞാനും സോറി. എന്റെ ഡാഡി കൊണ്ടുവന്ന വാച്ച്, അതിന്റെ ലൈറ്റ് ഞാനാ പൊട്ടിച്ചത്. സോറി. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, കൂട്ടുകാരായ ഇങ്ങനെ വേണം. സത്യേട്ടാ, ഇവരുടെ ഒരു വയസ്സോട്ട് ഇവർ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പായത്. രണ്ടുപേർക്കും ശരിക്കും സങ്കടം ഉണ്ടാവും. പാവം. ശംഭു, മോ വിഷമിക്കേണ്ട. വെക്കേഷന് ഞങ്ങൾ സച്ചുട്ടിനെ ഇവിടെ കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കളിക്കാം. പിന്നെ അവള് പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും മോന് ഫോൺ വിളിക്കാം. ഓക്കേ അങ്കിൾ, എന്റെ ഡാഡി അമേരിക്കയിൽ നിന്ന് വരുമ്പോ സച്ചുട്ടിനെ കാണാൻ ഞാൻ നാട്ടിലോട്ട് വരാം. മോൻ്റെ ഡാഡി വരുമ്പോൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് മോൻ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം. ഇപ്പം നമ്മൾ പോട്ടെ. ശംഭു, എന്നാ ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എപ്പോഴായാലും ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീ ആയിരിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇല്ല സച്ചുട്ടി, ഞാൻ മറക്കൂല. നീ തന്നെയാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്നാ വേഗം പിങ്കി പ്രോമിസ് ചെയ്യ്. പിങ്കി പ്രോമിസ്. അല്ല മണിക്കുട്ടി, ആ രണ്ട് പെണ്ണുങ്ങളും ഇതുവരെ ഒരുങ്ങി താഴോട്ട് വന്നില്ലേ? ഇതിപ്പോ സ്ഥിരമാണല്ലോ, രാവിലെ കാപ്പി ഒഴിക്കാണ്ട് ഓടാനുള്ള പരിപാടിയാ.
കല്ലു റെഡിയായി ഇപ്പൊ താഴെ വരും. പിന്നെ സച്ചോട്ടിന്റെ കാര്യം അറിയാലോ, രാവിലെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ അവൾക്ക് അതുപോലില്ല ദേഷ്യം. അതിനോട് പറഞ്ഞ കേക്കില്ല. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലല്ലേ സ്കൂളിൽ പോയിട്ട് ഉന്മേഷത്തോടെ ഇരിക്കാൻ പറ്റൂ. കല്ലുമോള് വന്നു, നീ ഭക്ഷണം എടുത്ത് കൊടുക്ക്. സച്ചോട്ടി, ഇതുവരെ നീ ഒരുങ്ങി തീർന്നില്ലേ? അല്ല, ഈ ബുക്കൊക്കെ ഞാൻ തന്നെ എടുത്ത് വെച്ച് തരണോ? ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം 8ലായി. അല്ല സച്ചു, ഈ കണ്ണും വാരും ഒക്കെ എഴുതി സ്കൂളിലേക്കാണോ പോകുന്ന, അല്ല വല്ല ഫാഷൻ ഷോയ്ക്കാണോ നീ പോകുന്ന? ഈയിടെ വല്ലാണ്ട് മേക്കപ്പ് കൂടുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ല. ഈ മമ്മീനെ കൊണ്ട് ഞാൻ തോറ്റു. പിന്നെ ഒരുങ്ങാണ്ട് സ്കൂളിൽ പോകാൻ പറ്റുമോ? വൃത്തിക്കൊക്കെ പോകണ്ടേ എനിക്ക്? ഭാമേ, എന്റെ ടവൽ എവിടെ? അല്ല, ഈ ഷർട്ട് നീ ഇതുവരെ തേച്ചില്ലേ? ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന. ദാ വരുന്നു സത്യേട്ടാ. സച്ചുട്ടി, താഴെ പോ. അച്ഛമ്മ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്ക്. ബാഗ് ഞാൻ താഴെ കൊണ്ടുവന്നോളാം. എനിക്കൊന്നും വേണ്ട. വല്ല ദോശയോ ഉണക്കോ ഇടലിയോ ആയിരിക്കും. രാവിലെ തന്നെ ഇതൊക്കെ എങ്ങനെ കഴിക്കാനാ? മമ്മി ബാഗും കൂടി താഴെ വാ, ഞാൻ താഴേക്ക് പോവാം. ഡി ഭാമേ, എത്ര നേരിട്ട് ഞാൻ കിടന്ന് വിളിക്കുന്നു, എന്റെ ടവൽ എവിടെ? അത് ശരി, അങ്ങനെയൊന്ന് ഇറങ്ങി വന്നു. നാളെ മനുഷ്യൻ. ആ കൊച്ചിത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ടവലല്ലേ ആ ഡോറിൽ എടുത്തിട്ടിങ്ങനെ? ഷർട്ട് ബാക്കിൽ തേച്ചിട്ടിട്ടില്ലേ? ഞാൻ തന്നെ വേണോ സത്യേട്ടനെ എടുത്തിട്ടൂടെ? നീ ഇത് പറയും, എനിക്കറിയാം. പണ്ടെന്റെ പിറകെ നടക്കും സത്യേടാന്ന്. ഇപ്പൊ നിനക്ക് ഒന്നിനും സമയമില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പോവാ. ആ എന്റെ പത്മനാഭ, രണ്ടിന്റെ പിറകെ ഓടി എന്റെ കാറ്റ് നേരത്തെ പോവും. കയ്യൂസേ, നീ പറഞ്ഞ പോലെ നിനക്ക് 2 മുട്ടായി ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. സ്കൂളിൽ നടന്ന ഒരു കാര്യം വീട്ടിൽ വന്ന് പറയരുത്. പ്രത്യേകിച്ച് നീ നിന്റെ വലിയമ്മയുടെ ഒന്നും പറയരുത്. ഇല്ല സച്ചേച്ചി, ഞാനൊന്നും പറയില്ല. എനിക്ക് നാളെ മുട്ടായി വാങ്ങി തരുമോ? കള്ളി, നീനെ മുതലെടുക്കുവാണല്ലേ? ശരി, ഞാൻ വാങ്ങിത്തരാം. പക്ഷേ നീ ആരോടൊന്നും പറയരുത്. അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. ഞാൻ കണ്ടതാ. അമ്മായിയോട് ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ വല്യമ്മായി. ഇവൻ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്, ഇവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവോ? ഇന്ന് അമ്മ എന്നെ കൊല്ലും, ഉറപ്പാ. അയ്യോ സച്ചേച്ചി, വല്യമ്മായി വഴക്ക് പറഞ്ഞാ എനിക്ക് സങ്കടം വരും. അല്ലെങ്കിലും അവന്റെ തല ഞാൻ എന്നാണോ അങ്ങോട്ട് അവൻ എനിക്ക് പറയാം. നീ വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. സത്യാണോ അങ്കി നീ പറയുന്നത്? എന്നിട്ട് അവൾ എവിടെ? പുറത്തുണ്ട്. കല്ലുനോട് ഉപദേശിക്കുക, ഇതൊന്നും ഇവിടെ വന്ന് പറയരുത്. പ്രത്യേകിച്ച് അമ്മായിയോട് പറയരുതെന്ന്. അവൾക്ക് സ്കൂളിൽ നിന്ന് മുട്ടായി വാങ്ങി കൊടുത്തു. ഈശ്വര, ഇന്നെന്റെ കുട്ടീനെ ബാമ കൊല്ലും. ഈ അങ്കിക്ക് വേറെ ഒരു പണിയും ഇല്ലേ? സജുവിന്റെ കാര്യത്തില് നമ്മളൊന്നും പറഞ്ഞ ഭാമേച്ചി കേക്കേയില്ല. നീന്താടി അവിടെ നിന്ന് നോയിക്കൊണ്ടിരിക്കണേ, ഇങ്ങോട്ട് കേറി വാ. എവിടെ ആ ചെക്കാനെന്ന ലവ് ലെറ്റർ? ഇതിനൊക്കെയാണോ നീയൊക്കെ സ്കൂളിൽ കെട്ടിയൊരുങ്ങി പോണത്? അല്ലെങ്കിൽ തന്നെ നിന്റെ കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും നല്ലതിനല്ലാന്ന്. എന്നോട് ദേഷ്യപ്പെടുന്ന ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഈ അങ്കി ഉള്ളതും ഇല്ലാത്തൊക്കെ ചേർത്ത് പറഞ്ഞതാ. ലെറ്റർ കിട്ടിയെന്നുള്ളത് ശരിയാ, ഞാൻ അപ്പൊ തന്നെ കേറി കളഞ്ഞു. ഇത്രയും പിള്ളേരുള്ള സ്കൂളില് നിനക്ക് മാത്രം അങ്ങനെ ലെറ്റർ കിട്ടിയത്? അമ്മാതിരി കോലം കെട്ടിയില്ലേ നീ സ്കൂളിലേക്ക് പോകുന്നത്? മുടിയും വെട്ടി മേക്കപ്പ് ഇട്ട് നടന്ന പിന്നെ ചെക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മമ്മി ഇതിൽ എപ്പോഴും അങ്കി പറയുന്നത് കേട്ട് എന്നോട് ദേഷ്യപ്പെടുന്ന. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ലെറ്റർ കിട്ടിക്ക് തന്നെ ഞാൻ അവരോട് എസ് പറഞ്ഞില്ലല്ലോ, പിന്നെന്താ? അല്ലെങ്കിൽ തന്നെ നീ ഇതിനെ എസ് പറയുന്ന ലെറ്റർ കൈകൊണ്ട് വാങ്ങിയില്ലേ? നിനക്കറിയാലോ ലെറ്റർ എന്താണെന്ന്. പിന്നെ എന്തിനാ നീ വാങ്ങാൻ പോയത്? നീ റൂമിലേക്ക് വാ, നിനക്കുള്ളത് ഞാൻ അവിടെ ഇട്ട് തരാം. മാമേ വേണ്ടാതിരിക്കെ, വന്ന് കയറിയുടെ കൊച്ചിനോട് ദേഷ്യപ്പെടല്ലേ. സച്ചുട്ടി ചെല്ല്, റൂമിൽ ചെന്ന് ബാഗൊക്കെ വെച്ച് യൂണിഫോം ഒക്കെ മാറി മേൽ കൈയിട്ട് വാ. അച്ഛമ്മ ഫുഡ് എടുത്ത് തരാം മോക്ക്. ലീലാമ്മ, നിങ്ങൾ അതിൽ ഇടപെടണ്ട. നിങ്ങളൊക്കെ കൂടി വഷളാക്കിയതാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. കണ്ടില്ലേ അവളുടെ ഓരോ കുരുത്തക്കേട്? എന്താ ഇവിടെ? എന്തോ ചീ മോളെ നിനക്കറിയുന്ന ഭാമേ, എന്താ പറ്റിയേ? പറ്റി തേങ്ങാക്കൊല. നിങ്ങളുടെ മോളുടെ ഓരോ ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങോട്ട് മാറി നിക്കടി. എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ട് ഡാഡിന്ന് വിളിച്ച് കരഞ്ഞാൽ മതിയല്ലോ. ഭാമേ, നീ എന്തിനാ അവളോട് ഇങ്ങനെ ചൂടാവുന്ന? ആദ്യം കാര്യം ഇതെന്ന് പറ, എന്താ പ്രശ്നം? സ്കൂളിൽ ഏവനോർത്ത് നിങ്ങളുടെ മോക്ക് ലവ് ലെറ്റർ കൊടുത്തു. മോളാണെങ്കിൽ അത് കൈ നീട്ടി വാങ്ങിക്കൊണ്ട് വന്നു. അതിനാണോ നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്ന? അവൾ എന്നെ പോലെയാ, കുറച്ച് സൗന്ദര്യം കൂടുതൽ കിട്ടി. ചന്തം ഉണ്ടെങ്കിൽ ചെക്കന്മാര് നോക്കും. അതിനിപ്പോ എന്താ? സത്യേട്ടാ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടേ. അവൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോ. അവസാനം എന്തെങ്കിലും പറ്റിയ മാമിന്ന് വിളിച്ച് നിന്റെ അടുത്ത് വരാതിരുന്നാ മതി രണ്ടും. ഡാഡി കണ്ടില്ലേ, മമ്മി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഈ അങ്കി കാരണം ഇല്ലാത്തതൊക്കെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. മമ്മീനെ കൊണ്ട് എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിച്ചു. ഏയ് വല്യമ്മാവ, ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല. കണ്ടത് അമ്മായിയോട് പറഞ്ഞു. ഞാൻ പോവാ, എനിക്ക് വിശക്കുന്നു.
പോട്ടെ, സാരമില്ല. സച്ചുട്ടി, കല്ലുമോളെ, ചെന്ന് യൂണിഫോമൊക്കെ മാറി വാ. നിങ്ങൾ ഭക്ഷണം കഴിക്കുക. മണിക്കുട്ടി, അമ്മ അവർക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്ക് കഴിക്കാൻ. സച്ചുട്ടി പോട്ടെ മോള്, സാരമില്ല. അമ്മയെ പറ്റി അറിയാന്നുള്ളതല്ലേ. ചെന്ന് ഡ്രസ്സൊക്കെ മാറി വാ. ഫുഡ് എടുത്ത് വെക്കാം. രണ്ടാളും വന്ന് കഴിക്കേ. ഭാമേ, ഇതെന്താ ബുക്ക് വായിക്കുവാണോ? താഴേക്ക് കണ്ടതേയില്ല. അയ്യോ, ഞാൻ ഈ റൂമിൽ ഒതുങ്ങി അങ്ങ് ജീവിച്ച് പൊക്കോളാം. നിങ്ങളുടെ ഡാഡിയും മോളും ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൂട്ടിക്കോ. ഞാൻ ആരെയും ശല്യം ചെയ്യാൻ വരുന്നില്ല. ഇനി ഞാൻ കാരണം ആരും വിഷമിക്കുകയും വേണ്ട. എന്ത് വർത്താനടി നീ പറയണ? നീ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റുമോ? സത്യടാ, കൈയെടുക്ക്, മാറി നിൽക്ക്. ഞാൻ എന്തിനു മാറണം? എന്റെ വീട്, എന്റെ റൂം, എന്റെ ഭാര്യ ഞാൻ പിടിക്കും. മൈ ബോസ് കളിക്കല്ലേ. ഞാൻ അവൾ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയുമ്പോ അവളെ മുന്നിൽ വെച്ചതിന് എന്നെ നിങ്ങൾ ഒരുമാതിരി താഴ്ത്തി കെട്ടുക. എന്റെ ഭാമേ, നീ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ പ്രായത്തില് എല്ലാവർക്കും കിട്ടുന്നല്ലേ ലെറ്ററൊക്കെ. അതിന് അവളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നീ ഇപ്പൊ ഭയങ്കര റൂഡാ. സത്യേട്ടൻ എന്നറിഞ്ഞിട്ടാ ഈ പറയുന്ന? അവളിപ്പോ പഴയ പോലെയൊന്നും അല്ല. ഒരു വല്ലാത്ത മേക്കപ്പും കോലം കെട്ടലും. എന്ത് രസമുള്ള മുടിയാന്നറിയോ അതിന്. അതൊക്കെ സ്വന്തമായിട്ട് വെട്ടി നശിപ്പിച്ചു. എടി, അവളുടെ ഈ പ്രായത്തില് അങ്ങനെയൊക്കെ തോന്നൂലേ? ആരോ നീയൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പണ്ട് എന്നെ കാണാൻ വരുമ്പോ കണ്ണൊക്കെ നീട്ടി എഴുതി സുന്ദരായിട്ടില്ലേ നീ വരാറ്. സത്യേട്ട, എനിക്ക് പേടിയാ. എനിക്ക് പറ്റിയ പോലെയൊന്നും അവൾക്ക് പറ്റാതിരിക്കാനാ. മാമേ മതി. വേണ്ടത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണ. നമ്മുടെ മോക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ നീയൊക്കെ കൂടെയില്ലേ, പിന്നെന്താ? സത്യേട്ടൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സച്ചുട്ടി വളരും തോറും എന്റെ നെഞ്ചിൽ തീയാ. മാമേ, അവള് നമ്മളെ മോള. അവക്കറിയാം മോശപ്പെട്ട എന്തെങ്കിലും ഒരു നോട്ടം അവൾക്ക് നേരെ ഉണ്ടെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്. പാവം, ആ സ്റ്റഡി റൂമിൽ അത് വിഷമിച്ചിരിക്കാം. ഞാൻ പോയി നോക്കട്ടെ. സച്ചുട്ടി, മോള് പഠിക്കുവാണോ? ആ ഡാഡി, കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അല്ല, ഡാഡി കിടന്നില്ലേ? സമയം ഒരുപാടായല്ലോ. ഇല്ല, കിടക്കാൻ റൂമിലേക്ക് പോയപ്പോ അവിടെ ഒരാളിരുന്ന് കരയുന്നു. എന്റെ മോളെ കാണാനില്ലേ എന്നും പറഞ്ഞിട്ട്. നീ എന്താ റൂമിലേക്ക് വരാത്തെ? മമ്മിയോട് ദേഷ്യമുണ്ടോ? ഏയ്, എനിക്ക് മമ്മിയോട് ദേഷ്യമൊന്നുമില്ല. മമ്മി എന്നോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാലും അങ്കിയുടെ വാക്കുകൊണ്ട് മമ്മി എന്നോട് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പോ. സാരല്ല, മമ്മി നമുക്ക് ശരിയാക്കാം. അല്ല, ഏത് ചക്കന നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞേ? ഡാഡിക്ക് അറിയാലോ, എന്റെ ക്ലാസ്സിലെ ലീഡർ ജോണി. ആ ചെക്കൻ ഇന്ന് ക്ലാസ് വിട്ടപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ലെറ്റർ തന്നു. അതാ അങ്കി കണ്ടത്. അവനത് ഇവിടെ വന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആള് നല്ല ധൈര്യമുള്ള ചെക്കനാണ്. എല്ലാവരും മുമ്പിലും വെച്ചല്ലേ ലെറ്ററൊക്കെ തന്നത്. നിനക്ക് ഇഷ്ടമാണോ അവനെ? ആ ലെറ്റർ നീ വായിച്ചോ? വായിച്ചോ, പക്ഷെ ആ ചെക്കന് എന്റെ പേര് പോലും നേരെ ചെറിയ എഴുതാൻ അറിയില്ല. സാത്വിക സത്യന് അവൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട അവന്. അപ്പോ ആ ജോണി ഇനി ഇഷ്ടമായില്ല. അല്ല, ഇനി ഡാഡി അറിയാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഉള്ളില്? എനിക്കങ്ങനെ ആരോടൊന്നുമില്ല ഡാഡി. മമ്മി പറയുന്ന പോലെ ഇപ്പൊ എന്റെ പഠിക്കേണ്ട പ്രായമല്ലേ. സച്ചുടി നന്നായിട്ട് പഠിക്കും. ഇനി ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡാഡിയോട് തന്നെ ആദ്യം പറയും. അത് ഡാഡിക്ക് അറിയില്ലേ? സച്ചുടി, മമ്മിയുടെ മുഖത്ത് ദേഷ്യം തോന്നരുത്. മമ്മി മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്ന. പാവല്ലേ നമ്മുടെ മമ്മി? എനിക്കറിയാം ഡാഡി, മമ്മി പാവ. അവളുടെ സ്നേഹം കൂടുതൽ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നറിയാം. അതുകൊണ്ടല്ലേ ഞാൻ മമ്മിയുടെ എതിർത്തൊന്നും പറയാത്തെ. എന്നാ വാ, ഇന്നത്തേക്ക് ഇത്രയും മതി. ഹോംവർക്കൊക്കെ നാളെ എഴുതാം. നമുക്ക് ചെന്ന് കിടക്കാം. വാ. ഡാങ്കി, നീ ഇന്ന് മാമയോട് ചെന്ന് എന്തൊക്കെയാടാ പറഞ്ഞു കൊടുത്തത്? ആ പെണ്ണിന് അടി വാങ്ങി കൊടുക്കാൻ വേണ്ടി നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്ന? ഞാൻ എന്ത് കാട്ടിക്കൂട്ടാൻ? ഞാൻ കണ്ട കാര്യം അമ്മായിയോട് പറഞ്ഞു. അമ്മായി എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ എന്ത് കണ്ടാലും പോയി പറയണമെന്ന്. ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ, സത്യമല്ലേ പറഞ്ഞേ? അമ്മായിയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് നീ മനഃപൂർവ്വം ചെന്ന് പറഞ്ഞതല്ലേ? അവക്കൊരു ലെറ്റർ കിട്ടിയെന്ന് നിനക്ക് പണ്ട. നീ എന്തിനാണ് പറയാൻ പോകുന്നത്? ഇത് മറ്റൊന്നുമല്ല, ആ പെണ്ണിന് അടി വാങ്ങിച്ചു കൊടുക്കാൻ നീ മനഃപൂർവ്വം ചെയ്തതാ. അമ്മയ്ക്ക് എന്താ വേണ്ടത്? അവക്ക് അടി വാങ്ങി കൊടുക്കാൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതായിട്ട് സമ്മതിക്കണം. അത്രയല്ലേ ഉള്ളൂ. സമ്മതിച്ചു. അല്ലെങ്കിലും എന്നെക്കാൾ ഇഷ്ടം അവളെയാണല്ലോ. ഞാൻ അതിനുമില്ല. അങ്കി, നിന്റെയും കല്ലുവിന്റെ ഒക്കെ ചേച്ചിയല്ലടാ അവള്. നമ്മുടെ കുടുംബത്തിലെ മൂത്ത കുട്ടിയല്ലേ. നീ എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്ന അവളോട്? അവൾ എന്റെ ചേച്ചിയൊന്നല്ല, കല്ലുവ. കല്ലുവ എന്റെ അനിയത്തി. എനിക്ക് കല്ലുവിനെ മതി. അവൾ എനിക്ക് ഇഷ്ടമല്ല. അങ്കി, നിക്ക്. തുടങ്ങിയ രണ്ടാളും അവൻ എന്തിനാ ഒച്ച വെച്ചോണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടിയത്? ഒരു രാത്രി പോലും ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും അമ്മയും മോനും അടി തന്നെ. ഓ, ഞാനായിട്ട് സമാധാനം കളയുന്നില്ല. ആകാശേട്ടൻ കയറി കിടന്നോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം.
ഭാമേ. അതെ, സച്ചൂട്ടി ഉറങ്ങി. ആ സച്ചുട്ടി ഉറങ്ങി. അതിനൊന്നുമില്ല, താഴെ ഇറങ്ങി വാ. സത്യേട്ടാ അവളിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ. അവളെ കൊണ്ട് നീക്കി കിടത്തിക്കോളാം. അവളോട് മിണ്ടാതെ കിടന്നോളൂ. നോക്കിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. അവൾ നല്ല ഉറക്കമല്ലേ, പിന്നെന്താ? ആ വരുന്നു. എന്നാ വാ. നീ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്ന? ലീലാമ്മ നിലത്ത് വെക്കാത്ത കൊച്ചുവാ. ഇപ്പൊ 6 വർഷമായിട്ട് നിലത്ത് കിടന്ന് ഉറങ്ങുന്ന. എന്താ അല്ലേ? അത് സച്ചുവിനെ നമ്മൾ ഈ റൂമിൽ നിന്ന് മാറ്റി കിടത്തിയതല്ലേ. പാവം, അതിനൊറ്റ കിടക്കാൻ പേടിയ. രാത്രി അത് ഉറങ്ങൂല. പിന്നെ നിലത്തായാലും കട്ടിലായാലും എൻ്റെ കൂടെ നീ ഉണ്ടായ എനിക്കത് മതി. അല്ലെങ്കിലും ഈ കാര്യത്തിൽ സത്യത്തിൽ പണ്ടേ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണല്ലോ. സച്ചൂട്ടിയാണ് ഇതും തോന്നുന്നു. നിനക്ക് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇല്ല, അവള് നല്ല ഉറക്ക. സത്യേട്ടാ பார்த்து பேசையில 2ஆம் முறைய குத்த வச்சேன். மூக்கான கௌர போல நினப்பு, சீம்பாலு வாசம் போல ஓஞ்சிரிப்பு, அடகாக்கும் கோழி போல ஏன் தவிப்பா, பொசுக்குன்னு பூத்திருக்கே என் பொழப்பு. அடி மஞ்ச கிழங்கு உன்னை நினைச்சு நினைச்சுதான் மனசுக்குள்ள வச்சு பூட்டிக்கிட்டேன். உன் பிஞ்சு விரல் பதிச்ச மண்ணை எடுத்துதான் காயத்துக்கு பூசிக்கிட்டேன். போராளே போராளே காத்தோட தூத்தல போல, போராளே போராளே போவாமத்தான் போராளே. നല്ല ഉറക്കമാണല്ലോ. സത്യേട്ടാ എഴുന്നേക്ക്. എഴുന്നേറ്റ് കട്ടില് കയറി കിടക്ക്. സത്യേട്ടാ എഴുന്നേക്ക്. ഇതെന്തൊരു ഉറക്ക? അതെ, സച്ചുട്ടി ഇപ്പൊ എഴുന്നേക്കും. അതിന് മുന്നേ എനിക്ക് ബെഡിൽ കിടന്നോ, അല്ലെങ്കിൽ ഡാഡി എന്തിനാ നിലത്ത് കിടന്നതെന്ന് ചോദിച്ചു 100 ചോദ്യം വരും. ഞാൻ താഴേക്ക് പോവാ. സച്ചൂട്ടി, ഗുഡ് മോർണിംഗ്. വാ മോളെ, ചായ ഇട്ടെങ്കിൽ അച്ഛനൊരു ഗ്ലാസ് എടുക്ക്. ഞാൻ പല്ല് തേച്ചു. അച്ഛനിരിക്കെ ഞാനിപ്പോ കൊണ്ടുവരാം. 1 മിനിറ്റ്. ആഹാ, ബാബയിന്ന് നേരത്തെ എഴുന്നേറ്റോ? ചായയും കാപ്പിയൊക്കെ നേരത്തെ ആയോ? എല്ലാം ഇരിക്കെ, ഞാൻ ചായ എടുത്തുതരാം. വെറുതെ അല്ല നീ രാവിലെ തന്നെ എന്നെ കാണുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പിറന്നാളിന് ഇപ്പോഴല്ലേ നിനക്ക് ആകാശേട്ടൻ ആ സൈക്കിൾ എടുത്തുന്നത്. ഇത് നീ എങ്ങനെയാ കേടാക്കിയത്? ചെറിയ മാവ, ഞാൻ കേടാക്കിയതൊന്നുമല്ല. ടയറിന്റെ അവിടെ സൗണ്ട് കേട്ടപ്പോ ഞാനൊന്ന് പൊളിച്ചു നോക്കി. തിരിച്ച് ഫിറ്റ് ചെയ്ത, പക്ഷെ കറങ്ങുന്നില്ല. അളിയനോട് പറയണം നിന്നൊരു മെക്കാനിക് എഞ്ചിനീയർ ആക്കാൻ. എന്ത് കിട്ടിയാലും പൊളിച്ചു നോക്കുന്നത് സ്ഥിരം ഹോബിയാണല്ലോ പണ്ട് തൊട്ടേ. സൈക്കിൾ മുറ്റത്തെടുത്ത് വെക്ക്, ഞാൻ നോക്കട്ടെ എന്താ പ്രശ്നമെന്ന്. അല്ലെങ്കിലും എന്റെ ചെറിയ മാവൻ പാവ. സൈക്കിള് മുറ്റത്തേനുണ്ട്, പെട്ടെന്ന് ശരിയാക്കി തരണേ. ഞാൻ പോയി അമ്മയുടെ തന്നെ എന്തെങ്കിലും വെച്ച് കഴിച്ചിട്ട് വരാം. എടാ, എന്ത് കിട്ടിയാലും ഈ വെട്ടിപ്പൊളിച്ച് നോക്കുന്ന പരിപാടി നീ നിർത്ത്. പിറന്നാളിന് വലിയ മാവ് വാങ്ങിത്തന്ന സ്മാർട്ട് വാച്ചും നീ ഇങ്ങനെ പൊളിച്ചു നോക്കി ചീത്താക്കിയില്ലേ? അത് ഫോണിനകത്തുനിന്ന് എങ്ങനെയാ സൗണ്ട് കേൾക്കുന്നത് നോക്കാൻ വേണ്ടിട്ട് പൊളിച്ചു നോക്കിയതല്ലേ. പക്ഷെ തിരിച്ചു വെച്ചപ്പോഴത്തേക്കും അത് വർക്കായില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഭാമേച്ചി, ആരേട്ടൻ പുറത്തു പോകുന്നുണ്ട്. കിച്ചണിലേക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. വരുമ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്കി പാല് കുടിച്ചു കഴിഞ്ഞെങ്കിൽ അമ്മയുടെ റൂമിൽ പോയിട്ട് പെന്നും പേപ്പറും എടുത്തിട്ട് വാ. ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞു. ഞാൻ പോയി വേഗം എടുത്തിട്ട് വരാം. ഇതിപ്പോ എവിടെയാ പേപ്പറും മനയൊക്കെ വച്ചേക്കുന്ന? കാണുന്നില്ലല്ലോ. ഇത് സച്ചോട്ടിന്റെ ബാഗല്ലേ, ഇതിലെന്തായാലും കാണും. അതാ ഈ പേപ്പറ്. ഇതല്ല, ഇത്തരല്ലേ ഇവിടുത്തെ കീറിക്കാളുന്ന കള്ളം മറന്നല്ലേ. ഡിയർ സർ, ഇതെന്താ എഴുതി വെച്ചേക്കുന്ന? വായിക്കാൻ പറ്റുന്നില്ലല്ലോ. കൊച്ചുണ്ടാപ്പി, നിങ്ങളാണ് എന്റെ ബാഗ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. ആ പേപ്പർ അവിടെ വെക്കുക. തള്ളി, ഇതല്ലേ ആ ചേക്കൻ തന്ന ലവ് ലെറ്റർ? നീ അമ്മയുടെ എന്താ പറഞ്ഞ കീറിക്കളഞ്ഞല്ലേ? നിനക്കത് ഞാൻ ഇപ്പൊ വാങ്ങിത്തരാം. നിക്കടാ അവിടെ. കൈ
കയ്യിൽ വിടടി. ആ മമ്മി, ആ എന്റെ വയറ്. സച്ചോട്ടി, എന്ത് പറ്റി? ഇതെന്താ ബ്ലഡ്? അമ്മായി. എടാ അങ്കി, ഇതുവരെ നീ പേപ്പറും പേന എടുത്തില്ലേ? അല്ല, നീ എന്താടി താഴെ ഇരിക്കുന്നേ? ഇതെന്താ സച്ചോടി? ഭാമേ, ആരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവള് വരുമ്പോ മഞ്ഞളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഉള്ളവരോട് പറയാം നമുക്ക്. സത്യേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് വിളിച്ചിട്ട് കിട്ടണമില്ല. അവള് വീണത് വരെ സത്യേട്ടൻ കേട്ടുള്ളൂ. ഇനിയിപ്പോ എന്താവോ എന്തോ. ഭാമേ, സച്ചുട്ടി എവിടെയാ വീണത്? അവളെവിടെ? അവൾക്ക് എന്തു പറ്റി? എന്റെ കൊച്ചു, നീ ഒന്ന് അടങ്ങ്. അവക്കൊന്നും പറ്റിയിട്ടില്ല. അവള് എന്റെ റൂമിലുണ്ട്. നിന്റെ മോള് വലിയ കുട്ടിയായി. ഇതാ നിന്നോട് പറയാൻ വേണ്ടി ഫോൺ വിളിച്ച. വലിയ കുട്ടിയോ? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്റെ ഭാര്യയോട് ചോദിക്കും. എനിക്ക് അപ്പുറത്ത് കുറച്ച് പണിയുണ്ട്. സത്യേട്ടാ, സച്ചോട്ടി വയസ്സറിയിച്ചു എന്നാ അമ്മ പറഞ്ഞത്. അതിന് ഭാമേ, അവള് കൊച്ചു കുട്ടിയല്ലേ? സത്യേട്ടാ, അവൾ 8ാം ക്ലാസ്സിലായില്ലേ? ഇതൊക്കെ സാധാരണയല്ലേ? നമുക്കെപ്പോഴും നമ്മുടെ മക്കള് കൊച്ചുകുട്ടി തന്നെയാ. പക്ഷേ അങ്ങനെ നോക്കിയാൽ പറ്റോ? ഭാമേ, സച്ചുട്ടിക്ക് ആദ്യമായിട്ടല്ലേ? അവൾക്കിതൊന്നും അറിയില്ലല്ലോ. അവള് പേടിച്ചിട്ടുണ്ടാവൂലേ? സത്യേട്ടാ, അമ്മ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഭാമ, ഞാൻ അവൾക്ക് എന്താ വാങ്ങിക്കൊടുക്കേണ്ട? അവൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? സത്യേട്ടാ, അവൾക്കിപ്പോ ഒന്നും വേണ്ട. ആര് വരുമ്പോ അത്യാവശ്യം വേണ്ടതൊക്കെ കൊണ്ടുവരും. നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. അമ്മ, സച്ചു ചേച്ചി എന്താ വിളിച്ചിട്ട് കളിക്കാൻ വരാത്ത? അച്ഛമ്മയുടെ റൂം വിട്ട് പുറത്തിറങ്ങുന്നില്ലല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല. ഇനി പഴയ പോലെ നിങ്ങളുടെ കൂടെ ഓടിച്ചാടി കളിക്കാനൊന്നും സച്ചൂട്ടി വരൂല. ചുമ്മാ അങ്ങോട്ട് പോയി രണ്ടാളും ശല്യം ചെയ്യരുത്. മണിക്കുട്ടി, ഞാൻ തള്ളിയിട്ടതുകൊണ്ടാണ് സച്ചുരുടെ കാലിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയത്. സോറി മണിക്കുട്ടി, ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല. സാരല്ലെങ്കിൽ ഇനി മോൻ ആരെയും പിടിച്ച് തള്ളരുത്. പിന്നെ സച്ചൂട്ടി ഇനി കുറച്ച് ദിവസത്തേക്ക് കളിക്കാനൊന്നും കാണൂല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കളിച്ചോ. ചെല്ല്. അടിയപ്പീസേ, കുറെ നേരമായല്ലോ ആലോചിക്കുന്നു. എന്താ? അല്ല, ഇനിയിപ്പോ 7 ദിവസം കഴിയുമ്പോൾ അമ്മ പറഞ്ഞില്ലേ ചടങ്ങുണ്ടെന്ന്? അന്ന് സച്ചുട്ടിക്ക് എന്തോ കൊടുക്കണ്ടേ? ഞാൻ എന്താ വാങ്ങിക്കൊടുക്കേണ്ടേ? എന്റെ സത്യേട്ടാ, അതിന് ഇനിയും ദിവസങ്ങളില്ലേ? ഇപ്പോഴേ ആലോചിച്ച് തല ഉണ്ടാക്കണോ? അത് സമയമാകുമ്പോൾ വാങ്ങിച്ചോളാം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. അതെ, ലൈറ്റ് വേണമെങ്കിൽ ഓഫാക്കിയോ. പക്ഷേ ഇത്ര നേരത്തെ ഉറങ്ങണോ? മനുഷ്യ, പ്രായം കൂടുന്നവരും ഈ ഒലിപ്പീര് കുറച്ച് കൂടുന്നുണ്ട്. വലിയ മോളായി ഇപ്പോ. അത് ശരി, മോള് വലുതായ ഞാൻ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? അല്ല മനുഷ്യ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പ്രായം കൂടുവാണോ അതോ കുറയുവാണോ? ഇതിന് മാത്രം ഒരു മാറ്റമില്ലല്ലോ. അതിനാരടി പറഞ്ഞ എനിക്ക് പ്രായമായെന്ന്? ഞാനൊന്ന് ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയ സത്യ പഴയ സത്യ തന്നെയാ. ആയിക്കോട്ടെ, പക്ഷെ ഭാമ പഴയ ഭാമയല്ല. ഇപ്പോൾ ഉള്ള ഈ സത്യനാരായണ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ആര് പറഞ്ഞു? ഈ സത്യനാഥനെ താങ്ങാനുള്ള ശക്തി നിനക്ക് മാത്രമേ ഉള്ളൂ. ഇയാളെ കൊണ്ട് ഞാൻ സത്യേട്ടാ. അടങ്ങിയിരിക്കടി. அடியே மாமே மனசு படி எனையே நாளும் நினைச்சு கடி பொழுதும் கடந்து போகையில மனசும் கடந்து தவிக்குதடி. അവിടെ ഇരിക്കേ. சுகம் சொல்வாயா கொடுத்து வைத்த கோலோசே காலழகை சொல்வாயா கொடுத்து வைத்த மணியே மாலழகை சொல்வாயா.
അമ്പാടി ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അമ്മയും നീയും ചേർന്ന് എന്തിനാ 2 വളയൊക്കെ വാങ്ങിയ? ഇവിടെ എന്താ സച്ചുട്ടിയുടെ കല്യാണമാണ് നടക്കുന്നത്? ഇപ്പോഴത്തെ സ്വർണ്ണ വിലയ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഭാമേച്ചിയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇതെങ്കിലും ഇടണ്ടേ? ഇത് അവൾക്ക് ഇട്ട് കൊടുക്ക്. ഞാനിത് അവൾക്ക് ഇട്ട് കൊടുക്കാം. അമ്പാടി, അവിടെ ആണുങ്ങളൊക്കെ കഴിക്കാനിരുന്നു. എല്ലാരും നിന്നെ അന്വേഷിക്കാം. ചെന്നിരുന്ന് കഴിക്കി. ഭാമേ, സച്ചുട്ടി നിന്നെ വിളിക്കുക അവളുടെ ഡ്രസ്സ് മാറാൻ. സച്ചുട്ടി ഇപ്പൊ പഴയ പോലെയല്ല, വലിയ കുട്ടിയായി. എവിടെ പോയാലും സൂക്ഷിക്കണം കേട്ടോ. ആരുടെ അടുത്തും അടികൂടാനൊന്നും നിൽക്കരുത്. അമ്മായി, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ കുട്ടി ആവണ്ട. അച്ഛമ്മയും മണിക്കുട്ടിയും അമ്മയും ഒക്കെ ഇത് തന്നെയാ പറയുന്നത്. എനിക്ക് പഴയ സച്ചൂട്ടി ആയാൽ മതി, എനിക്ക് വലിയ കുട്ടി ആവണ്ട. കണ്ടില്ലാരും എന്ത് പറഞ്ഞാലും ഇത് തന്നെ അവള് പറയുള്ളൂ. പോട്ടെ ഭാമേ, അവള് കുഞ്ഞു തന്നെ അല്ലേ. സച്ചുട്ടി അച്ഛമ്മയുടെ റൂമിൽ ചെന്ന് കിടന്നോ. മൂക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ചെല്ല്. ഓക്കെ അച്ഛമ്മ. മമ്മി ഗുഡ് നൈറ്റ്. ഡാഡി ഗുഡ് നൈറ്റ്. നീ ഓടല്ലേ, പതുക്കെ പോ. ദാ കണ്ടില്ലേ ചാടിത്തുള്ളി പോണത്? ഇവളോടല്ലേ നീ ഇത്ര നേരം പറഞ്ഞത്? അപ്പൊ വിചാരിച്ച പോലെ തന്നെ നിങ്ങൾ പെൺപടകളൊക്കെ ചേർന്ന് അതിനെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. അത് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ടല്ലോ. അല്ലമ്മ, നിങ്ങൾ രണ്ടാൾ ഇതുവരെ കിടന്നില്ലേ? പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എണീറ്റിരിക്കാൻ പാടണ്ട. ഇല്ല, ദാ കിടക്കാൻ പോവാ. അപ്പോ ഞങ്ങള് കിടക്കാൻ പോവാ. നാളെ കാണാം. ശരി മക്കളെ, എല്ലാരും ചെന്ന് കിടന്നോ. സമയം ഒരുപാടായില്ലേ. ആ, അവര് പോയി. എന്നാ നമുക്ക് കിടക്കാം. എല്ലാരും ചെന്നോ. ഗുഡ് നൈറ്റ്. ചേച്ചിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ലോ. കമ്മലും മോതിരവും മാലയും ഒക്കെ. എനിക്ക് മാത്രം ആരും ഒന്നും തന്നില്ല. കൈലസേ, വിഷമിക്കണ്ട. ഇതിന്ന് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. നിനക്കും സമയമാകുമ്പോ ഇതൊക്കെ കിട്ടിക്കോളും. സച്ചൂട്ടി, നീ എന്നോട് മിണ്ടൂലേ? സോറി, അന്ന് ഞാൻ തള്ളിയിട്ടതിന്. വേണ്ട, നിന്റെ സോറി എനിക്ക് കേക്കണ്ട. നീ എന്നെ തള്ളിയിട്ടില്ലേ? ഇനി നിന്നോട് ഞാൻ മിണ്ടൂല, കളിക്കാനും വരൂല. ഞാൻ പോവാ. ശരിക്കും ഇനി എന്നോട് സച്ചൂട്ടി കളിക്കാൻ വരൂലേ കല്ലു മോളെ? ചിലപ്പോ ചേച്ചിയുടെ ദേഷ്യം മാറുമ്പോ കളിക്കാൻ വരുമായിരിക്കും. സാരമില്ല, ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. ഭാമേ, നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കാൻ പോവാണ്. അതിനൊന്നുമില്ല. ഒരവസരം കിട്ടിയ അപ്പൊ കയറി പിടിച്ചോളണം. പിന്നെ നിങ്ങളോട് ആരാ പറഞ്ഞ സ്റ്റോറി അവസാനിക്കാൻ പോകുന്നു? അപ്പോ തീർന്നില്ലേ? ഇനിയുണ്ടോ ബാക്കി? ഒരു സത്യട മറന്നുപോയോ? സർപ്രൈസ് ഇല്ലേ? എന്നാ എഡിറ്റർ വെച്ചേ, എന്താ സർപ്രൈസ്? അത് കാണിക്കേ. അതുകൂടെ കണ്ടിട്ട് ഞങ്ങൾ പോട്ടെ. ശംഭു, ഇന്ന് ലാസ്റ്റ് എക്സാം, അതും മാത്സ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിനക്ക് പിന്നെ മാത്സ് എളുപ്പമായിട്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? എന്റെ സച്ചൂട്ടി, നീ ഇപ്പോഴും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണോ? അവൻ എക്സാം എഴുതാൻ പോവാ. റെഡി ആവണ്ടേ? ബാക്കി വൈകുന്നേരം സംസാരിക്കാം. ഫോൺ വെക്ക്. നിക്ക് മമ്മി, ഒരു മിനിറ്റ്. ശംഭു, നീ റെഡി ആയില്ലല്ലോ. ചെന്ന് റെഡി ആയിക്കോ. പിന്നെ എക്സാം നന്നായിട്ട് എഴുത്. നിക്ക്. അവനോട് എക്സാം നന്നായിട്ട് എഴുതാൻ പറ. മാത്സ് ആണ്, അവൻ നന്നായിട്ട് എഴുതുന്ന അറിയാം. എന്നാലും മമ്മിയുടെ ഓൾ ദി ബെസ്റ്റ് കൂടെ പറഞ്ഞേക്ക്. ശംഭു, നീ കേട്ടല്ലോ, മമ്മിയുടെ ഓൾ ദി ബെസ്റ്റ്. ആ, പിന്നെ ഞാൻ എക്സാം എഴുതിട്ട് വന്ന് നിന്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കും. നീ എന്നെ വിളിക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ വിളിച്ച് പറയണം. അപ്പൊ ശരി, ബൈ. അതെ, മാത്സ് അവൻ നന്നായിട്ട് എഴുതും, അത് നമുക്കറിയാം. നമ്മുടെ കാര്യം എന്താണാവോ? പഠിച്ചോ അതോ കളിച്ചിട്ടിരുന്നോ? ഡോണ്ട് വെരി മമ്മി. കുറെ നേരം പഠിച്ചു, കുറച്ചു നേരം കളിച്ചു. എന്നാലും ഞാൻ നല്ല മാർക്ക് എടുക്കും. അതെനിക്കറിയില്ലേ. മമ്മിയുടെ സച്ചുട്ടി മിടിക്കാന്ന്. വാ പോവാ. മമ്മി, എന്റെ യൂണിഫോം എവിടെയോ കൊണ്ട് വച്ചത്? സമയം ഒരുപാടായി. എന്റെ പാന്റ് എവിടെ? ഡാടാ, എന്താടാ ഇത്? കാണുന്നൊക്കെ വലിച്ചു വരടുന്ന. ഞാൻ നിന്റെ അമ്മയല്ലത്. കുപ്പി നിന്ന് ഭൂതമല്ല. സോറി അമ്മ. അല്ല, ഇതൊക്കെ ക്ലീൻ ചെയ്യണത് എന്റെ അച്ഛനല്ലേ? അച്ഛനായാലും അച്ഛനും മനുഷ്യൻ തന്നെ അല്ലേ? അല്ല, ക്ലാസ് കഴിഞ്ഞ് നേരെ തറവാട്ടിലേക്ക് പൊക്കോ. ഇവിടെ നിന്ന് വൈകുന്നേരം തൊട്ട് പണി സ്റ്റാർട്ട് ചെയ്യും. നിനക്ക് നിന്റെ ഒച്ചയൊന്നും പിടിക്കൂലല്ലോ. ഇതെന്ത് കഷ്ടോ? ഇങ്ങനെ അപ്പോഴെപ്പോഴാ പണി ചെയ്യാണ്ട് അച്ഛനോട് പറഞ്ഞതൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് ഒന്നേന്ന് വെക്കാൻ പറ. എപ്പോ നോക്കിയാലും ഈ വീട്ടിൽ പണിയേ ഉള്ളൂ. പിന്നെ നിന്റെ അച്ഛൻ ഗവൺമെന്റ് സ്കൂളിലെ സാറാ, അല്ലാണ്ട് അബുദാബിയിലെ ഷെയ്ഖ് അല്ല. വിചാരിക്കുമ്പോൾ വീടൊക്കെ ഇടിച്ചു പൊളിച്ച് പുതിയ വീട് വെക്കാൻ. അല്ലാതെ നീ എന്താ ക്ലാസ്സിൽ കയറുന്നില്ലേ? ഇന്ന് റിവിഷനോ ടെസ്റ്റ് പേപ്പറോ ഒന്നും ഇല്ലല്ലോ. പിന്നെന്താ? ഓ, ഞാൻ വരുന്നില്ല. നമ്മുടെ ദിവ്യ ഡീസിയില്ലേ, അവളിനി കുറച്ചു ദിവസം ഈ ക്ലാസ്സിലൊന്നും വരൂല. അപ്പൊ പിന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും? ബോറടിക്കും. അവക്കെന്തോ പറ്റി? വയ്യാതായോ? വയ്യാതൊന്നും ആയില്ല. അവളുടെ അനിയത്തി എന്റെ അനിയത്തിയുടെ ക്ലാസ്സിലാ.
അവൾ ഇന്നലെ വീട്ടിൽ വന്ന് പറഞ്ഞേട്ടോ DPRDC പ്രായപൂർത്തിയായിന്ന്. അല്ലാക്കിലെ എന്താ ഈ പ്രായപൂർത്തി? പ്രായപൂർത്തി എന്ന് വെച്ചാ നമ്മള് പുരുഷനും സ്ത്രീയും ഒക്കെ ആയിന്ന് പറയൂലേ, അതാ. അല്ലാകിലെ ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, എപ്പോഴാ നമ്മള് പ്രായപൂർത്തിയാവുന്നേ? അത് ഇപ്പൊ അവര് പ്രായപൂർത്തിയായില്ലേ, അവരുടെ സെയിം ഏജല്ലേ നമ്മളപ്പോ പ്രായപൂർത്തിയായി കഴിഞ്ഞല്ലോ. പിന്നെ അവര് വീക്ക് ആയതുകൊണ്ട് ലീവ് എടുക്കും, നമ്മള് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ അറിയൂല. പിന്നെ നീ ആരോട് പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. നമുക്കൊരു പെണ്ണിനെ ലൈൻ അടിക്കാം, ഉമ്മ വെക്കാം. നമ്മള് പ്രായപൂർത്തിയായല്ലോ. അപ്പൊ നമ്മള് ശരിക്കും പ്രായപൂർത്തിയായോ? അല്ല, ലൈൻ അടിക്കാൻ നമുക്ക് പെണ്ണില്ലല്ലോ. അതൊക്കെ സെറ്റാവും. ഇത്രയും നാൾ നമുക്ക് ആരുടെങ്കിലും ഇഷ്ടം തോന്നിയ അത് അട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ പ്രായപൂർത്തിയായില്ലേ, ഇനി നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അതാണ് റിയൽ ലവ്. ആണോ? നിനക്കിതൊക്കെ അറിയാല്ലേ? നോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാത്തവരൊക്കെ വെളിയിറങ്ങുന്നില്ലേ, ചെല്ല്. എന്താ ഞാൻ മാത്രമേ ഉള്ളൂ? എടാ അഖിലെ, നീയും കംപ്ലീറ്റ് ആക്കിയ? സോറിടാ, അനിയത്തി കംപ്ലീറ്റ് ആക്കി തന്നു. ഇനി ഒറ്റയ്ക്ക് 1 മണിക്കൂർ വെളിയിൽ നിൽക്കണം. മഴയാണല്ലോ. അതാണ് എന്നെ പോലെ കൈ നീട്ടുന്ന. എന്നാ ഞാൻ 2 കൈ നീട്ടും. ആഹാ, കൊള്ളാല കളി. ഇന്ന സ്വഭാവം ആരോ ആണത്. എന്നാലും ആരായിരിക്കും? ഇനിയിപ്പോ അഖില് പറഞ്ഞ റിയൽ ലവ് ഈ കുട്ടിയായിരിക്കോ? സാത്വിക, വാ, ടീച്ചർ വിളിക്കുന്നുണ്ട്, വേഗം വാ. സച്ചൂട്ടിയോ? ആടി, ഞാൻ ദാ വരുന്നു, 1 മിനിറ്റ്. ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. സിധു, നിന്റെ മോൻ എന്ന് പറയുന്നു, അതിനിപ്പോ 2 വയസ്സായില്ലേ? വെക്കേഷൻ ആകുമ്പോ അവളെയും കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോവാ, കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. ആ ചെറിയച്ച, ഞാൻ ഇപ്രാവശ്യം പോകുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 വയസ്സാണെങ്കിലും അവന് ഭയങ്കര കുറുമ്പ. അതൊന്നും സാരമില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടാ. ഇപ്പോഴത്തെ അച്ഛൻ്റെ ഹോബി തന്നെ ഇവിടുത്തെ കുട്ടികളായിട്ട് ഓടിക്കളിയാ. അതിൻ്റെ കൂടെ നിന്റെ ഒരു മോനും കൂടെ വന്ന അച്ഛന് കൂടുതൽ സന്തോഷമാവും. പറഞ്ഞത് ശരിയാ. രാവിലെ കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കും, രാത്രിയാകുമ്പോൾ കുഴമ്പും തേച്ച് കരച്ചിലായിരിക്കും, കാലുവേദനയാന്നും പറഞ്ഞ്. അച്ഛന് പഴയ പോലെ ഇപ്പൊ ഒക്കുന്നില്ല അല്ലേ? എടാ മോനെ ആര്യ, നിന്റെയൊക്കെ ഈ പ്രായത്തില് എനിക്ക് മക്കള് 3. നിനക്കൊക്കെ ഓരോന്ന് വെച്ചിട്ടല്ലേ ഉള്ളൂ. ആദ്യം അതൊന്ന് നേരെയാക്കാൻ നോക്ക്, എന്നിട്ട് വാ നീ. അവിടെ എങ്ങനെ മര്യാദക്ക് ഇരുന്നാ പോരായിരുന്നു അളിയ? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എന്നാലും ശംഭു വിളിക്കാന്ന് പറഞ്ഞത് ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ. ഇവൻ ഇനി വീട്ടിലെത്തിയില്ലേ? അല്ല, ഫോൺ എവിടെ? അല്ല സച്ചു, നീ എന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്ന? എന്തു പറ്റി? മമ്മി, ശംഭു വിളിക്കാൻ എന്നിട്ട് ഇതുവരെ വിളിച്ചില്ല. അല്ല, നമ്മുടെ ഫോൺ എവിടെ? കാണുന്നില്ലല്ലോ റൂമില്. ഫോണ് അതെങ്കിൽ അച്ഛമ്മയുടെ റൂമിൽ ഇരുന്ന് കളിക്കുന്നുണ്ടാവും ഗെയിം. ഇന്ന് നേരത്തെ അവനല്ലേ വന്നത്, ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു. നീ ചെന്ന് വാങ്ങിക്കും. അവന് കഴിക്കാൻ കൊടുത്തോ? ഉറപ്പായിട്ടും ശംഭു വിളിച്ചിട്ടുണ്ടാവും. അവനത് കട്ട് ചെയ്ത് വിട്ടിട്ടിരുന്ന് കളിക്കുന്നുണ്ടാവും. ഇവനെ ഞാനിത് നോക്കിക്കോ. സച്ചു, സമാധാനത്തിൽ ചെല്ലു പെണ്ണെ. അവനോട് ചോദിച്ചാ മതി, അവൻ തന്നോളും. വഴക്കിടണ്ട. അങ്കി, എനിക്ക് ആ ഫോൺ വേണം. ആ ഫോൺ എടുക്ക്. ഇപ്പൊ തരാൻ പറ്റില്ല, പോയിട്ട് പിന്നെ വാ. ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുക, 1/2 മണിക്കൂറെങ്കിലും കഴിയും. പറ്റില്ലെന്നോ? ഇതെന്റെ മമ്മിയുടെ ഫോണാ. സത്യം പറ, ഇതിലേക്ക് ശംഭു വിളിച്ചപ്പോ നീ കട്ട് ചെയ്ത് വിട്ടില്ലേ അവന്റെ കോള്? എന്തോ ഞാനൊരു ശംഭുവിനെയും കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഗെയിം കളിക്കാം, ഇപ്പൊ തരാൻ പറ്റില്ല, നീ പോ. അങ്കി, എനിക്ക് ശംഭുവിനോട് കോൾ ചെയ്യണം. നീ ആ ഫോൺ എടുക്കൂ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് എന്നാ നിക്ക്, ഒരു 10 മിനിറ്റ് കഴിയട്ടെ, ഞാൻ തരാം. നീ അവിടെ വെയിറ്റ് ചെയ്യ്. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നിന്നോടല്ലേ പറഞ്ഞ. എനിക്ക് ഫോൺ വേണം. അല്ല സച്ചു, നിന്റെ ചമ്പൂനോട് സംസാരിച്ചില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ? അങ്ങനെയാണെങ്കിൽ നീ സംസാരിക്കണ്ട. നോക്ക്, ചമ്പു അല്ല ശംഭു. കളിക്കാരുടെ ഫോൺ എടുക്ക്. കുറെ നേരിട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് താഴെ ഫോണ്. സച്ചു,
വേണ്ടി പോകരുത്, വൃത്തിയിടാൻ. അല്ല മണിക്കുട്ടി, കല്ലുമോൾ അവിടെ? അവള് നേരത്തെ ഉറങ്ങി അമ്മ. പിന്നെ ഞാനും വിചാരിച്ചു കിടക്കട്ടെ എന്ന്. അങ്കി സച്ചോട്ടി, നിങ്ങൾ രണ്ടും എന്താ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന? എടുത്ത് കഴിക്ക്, സമയം ഒരുപാടായില്ലേ? അത് പറഞ്ഞപ്പോഴാ സത്യേട്ടാ ഇവൾക്ക് +1 എവിടെയാ അഡ്മിഷൻ നോക്കണേ? ആദ്യം റിസൾട്ട് വരട്ടെ. ഫുൾ A+ ഉണ്ടെങ്കിൽ അവളുടെ ഇഷ്ടം പോലെ എവിടെ വേണോ ചേർക്കാം. ഡാഡി, എനിക്ക് +1 അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഊട്ടിയിൽ എടുത്താൽ മതി. ശംഭു പഠിക്കുന്ന സ്കൂളില്. ഞാൻ അവിടെ പഠിക്കൂ. ഊട്ടിയിലോ? അത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമല്ലേ മോളെ. നീ എന്താ അങ്ങനെ പറഞ്ഞ? അതെ, പെട്ടെന്ന് എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? നീ ഇവിടുന്ന് ഞങ്ങളൊക്കെ വിട്ട് പോവാൻ പോവാണോ? അല്ല, അത് റിസൾട്ട് വന്നിട്ടല്ലേ. ഇപ്പോ ഭക്ഷണം കഴിക്കുന്നീ. ഡാഡി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. എനിക്ക് ഹയർ സ്റ്റഡീസ് ഊട്ടിയിൽ എടുത്താൽ മതി, ശംഭുവിന്റെ സ്കൂളില്. ഞാൻ അവിടെ പഠിക്കൂ. എനിക്ക് വിശക്കുന്നില്ല, ഫുഡ് വേണ്ട. ഗുഡ് നൈറ്റ്. സച്ചൂട്ടി, ഇതെന്ത് പറ്റി? നേരത്തെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഊട്ടിയിൽ നിന്ന് വെറുതെ തുള്ളിക്കൊണ്ട് നിൽക്കുന്ന? കാര്യാക്കണ്ട, വല്ല മൂഡ് സെൻസും ആയിരിക്കും, വിട്ടേക്ക്. അല്ലെങ്കിൽ നീ ഇവിടെ പോകുന്നു ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല, ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഡാഡി. സച്ചോടി, മോള് ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ഡാഡിയോട് സംസാരിക്കാൻ വന്ന. ഡാഡി പ്ലീസ്, എനിക്ക് ഊട്ടിയിൽ പോയി പഠിക്കണം. എന്താ മോള് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയുന്ന? ആരെങ്കിലും മോളെ വിഷമിപ്പിച്ചോ? നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോൾ അച്ഛനും ചെറിയച്ഛനും അമ്മമ്മയ്ക്കൊക്കെ വിഷമാവില്ലേ? അങ്ങനെയാണെങ്കിൽ മമ്മിയും ഡാഡിയും വരണ്ട. എന്നെ ഊട്ടിയിൽ ഹോസ്റ്റലിലാക്കിക്കോ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളാം. സച്ചോട്ടി, തൊട്ടടുത്ത റൂമിൽ നിന്നെ ഉറക്കാൻ കിടത്തിയിട്ട് എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അപ്പോഴാണോ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ? ഡാഡി പ്ലീസ്, എനിക്ക് ഊട്ടി പഠിക്കണം. നമുക്ക് ഇവിടുന്ന് പോവാം. അയ്യേ, ഇതെന്താ കരയാണോ? ഊട്ടിലല്ലേ പോകാണ്ട്, നമുക്ക് പോവാം. റിസൾട്ട് വരട്ടെ. ശരിക്കും ഡാഡി എന്നെ കൊണ്ടുപോവോ? കൊണ്ടുപോവാം. സത്യേട്ടാ, അവള് കാരണം എന്താന്ന് പറഞ്ഞോ? ഊട്ടിയിലേക്ക് പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ പഠിക്കാനാണ് ഇഷ്ടമെന്ന് അവൾ പറയണം. അവളെ എന്തായാലും ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. നമ്മളും കൂടെ പോകുമ്പോൾ ലീലാമ്മയൊക്കെ എന്ത് വിചാരിക്കും? എനിക്കിപ്പോൾ മറ്റാരെയും പറ്റി ചിന്തിക്കാൻ തോന്നല്ല. അവൾക്ക് പോകണമെന്നാണെങ്കിൽ പോവാം. അങ്കി, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? സച്ചു ഒക്കെ പോവാൻ ഇറങ്ങി. എത്ര നേരിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നു. ചെന്ന് റെഡി ആയിട്ട് വാ. ഞാനങ്ങോട്ട് വരുന്നില്ല, അമ്മ പൊക്കോ. അവിടെ പോയ വലിയേട്ടന്റെ മാമൻ നിന്നെ പറ്റി ചോദിക്കും. ഞാൻ എന്താ പറയണ്ട? മര്യാദയ്ക്ക് എണീറ്റ് വാടാ. അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട. നമ്മൾ നിന്ന് വെറുതെ സമയം കളയണ്ട. അവര് പോവാൻ ഇറങ്ങി. നീ വാ, അവൻ വേണമെങ്കിൽ വരട്ടെ. ഫുൾ A+ എടുത്തതിന് സച്ചോട്ടിക്ക് അച്ഛൻ്റെ വക ചെറിയൊരു സമ്മാനം. ഇഷ്ടാവോന്നറിയില്ല. അവിടെ പോയി നന്നായിട്ട് പഠിക്കട്ടോ. അതെന്താ ഇഷ്ടാവോന്ന്? എനിക്കിത് ഒരുപാട് ഇഷ്ടായി. നല്ല രസമുണ്ട്. താങ്ക് യു അച്ഛച്ച. അച്ഛമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞാലൊന്നും നീ കേൾക്കൂലല്ലോ. നിനക്ക് പോണോന്നല്ലേ? അവിടെ വെക്കേഷൻ ആകുമ്പോ നീ ഇങ്ങോട്ട് വരുവോ? അതെന്ത് ചോദ്യാ അച്ഛമ്മ? ഞാനവിടെ വെക്കേഷൻ ആവുമ്പോഴത്തും ഓടിയെത്തും നിങ്ങളെ കാണാൻ. സച്ചോട്ടി, അവിടെ പോയി നന്നായിട്ട് പഠിക്കണം. കല്ലൂരിന് വെക്കേഷൻ ആകുമ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ അങ്ങോട്ട് വരാം. അതെ, ഇപ്പൊ തന്നെ നിനക്ക് പഠിക്കാൻ പോണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളൊക്കെ സമ്മതിച്ച. ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് വിടില്ലായിരുന്നു. എന്റെ മണിക്കുട്ടി, ഞാൻ ഇന്ത്യയുടെ പുറത്തുനിന്നല്ലോ പോകുന്നത്. ഇവിടെ അടുത്തുള്ള ഊട്ടിയിലല്ലേ. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടെന്നല്ലേ വരിക. കല്ലു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് സങ്കടം വരിക. സച്ചു ചേച്ചി പോകണ്ട. പോവാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവോ? പിന്നെന്താ, കൊണ്ടുപോകല്ലോ. അതിനാദ്യം 10ാം ക്ലാസ് എന്നെ പോലെ ഫുൾ A+ എടുക്കണം. അപ്പൊ ഞാൻ വന്ന് നിന്നെയും കൂട്ടിക്കൊണ്ട് പോവാം. അച്ഛാ, അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി ഇരുട്ടിയാൽ ശരിയാവില്ല.
അച്ഛച്ച, ചെറിയച്ച, ചെറിയമ്മേ, കലു ഇറങ്ങട്ടെ. ലീലാമോ, എന്നാ ഞങ്ങള് ഇറങ്ങട്ടെ. ചെല്ല്. കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്തേ സ്നേഹം? കിളി കേൾക്കാതെ പിരിയുകയാണോ നീ? പൊന്നേകം ഇരുളുകയാണകലേ. ഈ സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണോ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഈ വീഡിയോ ഹൈപ്പിൽ ടോപ്പ് 10 വന്ന സീസൺ 2 ആയിട്ട് ഞാൻ വരും. உன்னை பார்த்து பேசையில ரெண்டாம் முறைய குத்த வச்சேன். மூக்கான கௌர போல நினப்பு, சீம்பாலு வாசம் போல ஓஞ்சிரிப்பு, அழகாக்கும் கோழி போல ஏன் தவிப்பா, பொசுக்குன்னு பூத்திருக்கே என் பொழப்பு. அடி மஞ்ச கிழங்கு உன்னை நினைச்சு நினைச்சு தினம் மனசுக்குள்ள வச்சு பூட்டிக்கிட்டேன். உன் பிஞ்சு விரல் பதிச்ச மண்ணை எடுத்துதான் காயத்துக்கு பூசிக்கிட்டேன். போராளே போராளே காத்தோட தூத்தல போல, போராளே போராளே போவாமத்தான் போராளே. സരിഗമയില്ലാതെ ഇനി ഉണരില്ല, ഈ പദനിസയിൽ നിന്നും ഒരു ചിരി പോലും